ഹായ്, ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാജിനി. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയുള്ള, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 150 ഗ്രാം ബോണുള്ള ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതേ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ അരമുറി ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ 1 ടീസ്പൂണ് തൈര്, പുളിയുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ കുഴച്ചു. അപ്പോൾ കുഴച്ചിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി കൂടെ മേളിൽ ഇങ്ങനെ തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഈ 20 മിനിറ്റ് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അതിനുവേണ്ടി 10 ചെറിയ ഉള്ളി എടുത്ത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. അതുപോലെ 1 സവോള നമുക്ക് വേണം. ആ സവോളയും ഞാൻ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട്, നല്ല തിന്നായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ 10 ചെറിയ ഉള്ളി മതിയാവും, 1 സവോളയും മതിയാവും, കൂടുതലാവേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല ഒരു കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് അത്യാവശ്യം, അതായത് നമുക്ക് ഈ ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള എണ്ണ മാത്രം മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റ് ഇതുപോലൊന്ന് നിരത്തി ഇടണം. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക. അല്ലെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ തിരിച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പൊടിഞ്ഞൊക്കെ പോകും, മസാലയൊക്കെ വിട്ടു പോകും അതിനകത്തുനിന്ന്, ചിക്കനകത്തുനിന്ന്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിന് മേളിൽ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗണോ അങ്ങനത്തെ ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി അതേ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ ഉള്ളിയും വലിയുള്ളിയും, ഇത് 2 ഉള്ളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇടരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര ക്രിസ്പി ആയി പോകും. അങ്ങനെ ക്രിസ്പി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ക്രിസ്പി ആകരുത്. അപ്പോൾ ഈ ഉള്ളിൽ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ 1 നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും മതിയാവും. ഉള്ളിക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേണ്ടോ ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ക്രിസ്പി ആകരുതേ. അപ്പോൾ ഇനി ഈ ഉള്ളിയിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ ഉള്ളിയുടെ ടേസ്റ്റ് കൂടെ ഈ ചിക്കനിലോട്ട് പിടിക്കണം. അങ്ങനെ ഇളക്കി എടുത്തിട്ട് ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ എൻ്റെ പൊന്നേ ചോറ് പോകുന്ന വഴി അറിയില്ല. ചോറിനോ ബിരിയാണിക്കോ എന്തിനു വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോ, പൊറോട്ടയ്ക്കോ എല്ലാത്തിനും ഇത് കൂട്ടി കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.